കന്നുകാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ നിയന്ത്രണ നിയമത്തിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി ചിഞ്ചു റാണി ജില്ലാ ക്ഷീരകർഷക സംഘം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കന്നുകാലിത്തീറ്റ, കോഴിത്തീറ്റ, ധാതുലവണ മിശ്രിതം നിയന്ത്രണ ബിൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി കോഴിക്കോട് പറഞ്ഞു. ജില്ലാ ക്ഷീരകർഷക സംഗമം ആവളയിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലിത്തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ലെന്നും പകരം പശുവിനെ ലഭിക്കാൻ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ സാധിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് പരിശോധിക്കുവാൻ നമ്മൾ കേരളത്തിൽ ഗവൺമെന്റ് തന്നെ ഒരു നിയമസഭയിൽ ഞങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നു. അത് നിയമസഭയിൽ ഇപ്പോൾ പാസ്സായി. കേരളത്തിലെ 14 MLA പറഞ്ഞില്ല അംഗങ്ങളാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കിയ പഞ്ചാബിൽ, ഇത് നടപ്പിലാക്കിയ ആന്ധ്ര സംസ്ഥാനത്ത് ഞങ്ങൾ നേരിട്ട് പോയി അതൊക്കെ വിലയിരുത്തി. അപ്പൊ കുറച്ചുകൂടി നല്ലതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ചെയ്തത്. ഇപ്പോൾ ആ ബില്ല് കേരളത്തിന്റെ ഗവർണർ ഒപ്പിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കുവാൻ. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾക്ക് അവർക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർക്ക് പകരം ഒരു പശുവിനെ മേടിക്കുവാനുള്ള സംവിധാനം, അങ്ങനെയുള്ള കമ്പനിക്കാരെ ശിക്ഷിക്കുവാനുള്ള നടപടികൾ, ജയിൽ ശിക്ഷ വരെ കൊടുക്കുവാൻ പറ്റും. പണം വരെ 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷം രൂപ വരെ അവരെ ശിക്ഷിക്കുവാനുള്ള നടപടികൾ ഉൾപ്പെടെ എടുക്കുവാൻ പറ്റാവുന്ന നയ സമീപനങ്ങളാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ ബില്ലിലൂടെ കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നത്. അതും ക്ഷീരകർഷകർ. പക്ഷേ ക്ഷീരകർഷകർ എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൊടുക്കുമ്പോൾ അവരൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ ചില കൂട്ടിച്ചേരലുകൾ നടത്തി ഞങ്ങളുടെ പശുക്കൾക്ക് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ആ തീറ്റ കൊടുക്കുന്ന കർഷകരുണ്ട്. അതിനും ഇത്തരത്തിലുള്ള നിയമം പ്രാബല്യത്തിലാക്കരുത് എന്ന് പറയുന്നു. ഇപ്പൊ വയനാട് ജില്ലയിൽ ചോദിച്ചാൽ തൊട്ടടുത്തുനിന്ന് അവര് എന്താണ് ഈ പുല്ലുകൾ കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ ചോളം കൊണ്ടുവരുന്നുണ്ട്, അത് അറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ വാഴപ്പിണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ, വാഴയിൽ നിന്നുള്ള തീറ്റകൾ അവർ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നു. ഇടുക്കിയിലൊക്കെ അത്തരത്തിലുള്ളത് കൊടുക്കുന്നു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു അധ്യക്ഷനായിരുന്നു. ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. ജില്ലയിലെ മുതിർന്ന ക്ഷീരകർഷകരെയും മികച്ച ക്ഷീരസംഘങ്ങളെയും മന്ത്രി ആദരിച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ആപ്കോ സംഘത്തിനുള്ള പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്തു. മിൽമ ചെയർമാൻ KS മണി, ക്ഷേമനിധി ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത്, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK പാത്തുമ്മ ടീച്ചർ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ACV ന്യൂസ്, കോഴിക്കോട്.